നമസ്കാരം, ന്യൂസ് അറ്റ് ദോഹയിലേക്ക് സ്വാഗതം. ഞാൻ ജിനി ഫ്രാൻസിസ്. പ്രധാന വാർത്തകൾ. വൃക്ക രോഗികളുടെ എണ്ണം ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. പ്രവാസികൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സുനിൽ ജോർജ്. കേരളത്തിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 40,000-ഓളം ഡയാലിസിസ് മെഷീൻ ആവശ്യമായി വന്നേക്കുമെന്നും ഡോക്ടർ സുനിൽ. വാർത്തകൾ വിശദമായി. വൃക്ക രോഗികളുടെ എണ്ണം കേരളത്തിൽ ഗണ്യമായി വർദ്ധിക്കുന്നതായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സുനിൽ ജോർജ് പറഞ്ഞു. സാമ്പത്തിക ചെലവ് താങ്ങാനാകാതെ പല രോഗികളും നരകിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വൃക്ക രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കോഴിക്കോട് CH സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദോഹയിലെത്തിയ അദ്ദേഹം ന്യൂസ് അറ്റ് ദോഹയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു. കേരളത്തിൽ വൃക്കരോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണെന്നും അടുത്ത 10 വർഷത്തിനുള്ളിൽ 40,000-ഓളം ഡയാലിസിസ് മെഷീനുകൾ ആവശ്യമായി വന്നേക്കുമെന്നും ഡോക്ടർ സുനിൽ പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞത്? എന്താണ് വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? വമ്പിച്ച സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെ ബുദ്ധിമുട്ടുന്ന വൃക്കരോഗികളുടെ ചികിത്സ നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന വല്ലാത്തൊരു സിറ്റുവേഷൻ. കേരളത്തിൽ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 10-25,000 വൃക്കരോഗികളുണ്ട് ഡയാലിസിസിന്റെ വക്കിൽ നിൽക്കുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ നമ്പർ 1,00,000 ആകാൻ പാടില്ല. അങ്ങനെ ആയെങ്കിൽ നമുക്കൊരു 40,000 ഡയാലിസിസ് മെഷീൻസ് എങ്കിലും കേരളം ഒട്ടാകെ വേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എത്ര പെട്രോൾ പമ്പുണ്ട് അതുപോലെ ഡയാലിസിസ് മെഷീന്റെ ആവശ്യം വന്നേക്കാം. നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികളിൽ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. കൂടുതലായും 50 വയസ്സിന് മുകളിലുള്ളവരിലാണ് രോഗം കണ്ടെത്തുന്നത്. കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുകയാണ് രോഗം മുൻകൂട്ടി അറിയാനുള്ള പോംവഴിയെന്നും ആളുകൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും ഡോക്ടർ സുനിൽ പറഞ്ഞു. പറയുമ്പോൾ ഞാൻ പറയുന്ന പ്രവാസികൾക്ക് വേണ്ടി മാത്രം ഈ രോഗങ്ങൾ കേരളത്തിൽ അല്ലാത്തവർക്ക് എല്ലാം ഉണ്ട്. പക്ഷെ പ്രവാസികളിൽ കൂടുതൽ കാണാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അവരുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, ഭക്ഷണ രീതികൾ, പിന്നെ പറഞ്ഞ അവർക്ക് വരാവുന്ന ഈ കാലാവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങൾ, ചൂട് അറിയാലോ, ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്താണ് തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ശ്രദ്ധക്കുറവ്. നമ്മൾ റുട്ടീനായിട്ട് പോയിട്ട് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു, മരുന്നുകൾ കഴിക്കാനുള്ള ഒരു ശ്രദ്ധക്കുറവ്, ഡോക്ടർമാരുടെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ. എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ കാണുന്നത് വൃക്കരോഗം ഏറ്റവും കൂടുതൽ കാണുന്ന ഏജ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 50 years. അപ്പോൾ ഇതൊരു ഭാവിയിലേക്ക് വേണ്ടി ഒരു അവയർനെസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ചെക്കപ്പ് ചെയ്യുക. ഇതിന് വേറെ ഒരു പോംവഴിയില്ല. എൻ്റെ വൃക്കകൾക്ക് അസുഖം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. രോഗലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. നമ്മുടെ ഇന്ത്യൻ കറൻസി പറയുന്ന ഒരു 1,000-1,500 രൂപയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകളേ ഉള്ളൂ. യൂറിൻ്റെ ടെസ്റ്റ്, ബ്ലഡിൽ യൂറിയ, ക്രിയാറ്റിൻ, ഹീമോഗ്ലോബിൻ. വൃക്കരോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കോഴിക്കോട് CH സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ GCC രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ് ഡോക്ടർ സുനിൽ. പ്രവാസികളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ തന്റെ സന്ദർശനം ഒരു പരിധിവരെ ഉപകരിച്ചതായും അദ്ദേഹം കരുതുന്നു. ഡയാലിസിസ് മെഷീനുകൾ സൗജന്യമായി ലഭ്യമാക്കാൻ പല പ്രമുഖരും രംഗത്ത് വന്നതിലേറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CH സെന്ററിന് വേണ്ടി സൗജന്യ സേവനം ചെയ്യുന്ന ഡോക്ടർ സുനിൽ ജോർജ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, PVS ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിക്കുന്നുണ്ട്.